ഗുഡ് മോർണിംഗ് ഡാർലിംഗ്. ഭഗവാനെ, കല്യാണം കഴിഞ്ഞു. രാവിലെ 9 മണിക്ക് തന്നെ ക്ലോക്കിൽ അലാറം പിടിച്ചു വെച്ച് എഴുന്നേൽക്കുന്ന ഒരു കുഴി മടിയനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. ദേ, ആനന്ദ് ഓഫീസിൽ പോയി കഴിഞ്ഞു. നീ ആരോട് ചോദിച്ചിട്ട് അതിന്റെ അകത്ത് കയറിയത്? ഞാൻ ആരോട് ചോദിക്കാൻ? എനിക്ക് മുറി കയറാൻ ആരുടെ അനുവാദം വേണ്ട. ആരെയും വിളിക്കണ്ട. ദേ, ചായ കുടിക്ക. ചായ. എന്നും കല്യാണിയാണല്ലോ ചായ കൊണ്ടിരുന്നത്. ഇന്നെന്തൊരു മാറ്റം? എന്താ കല്യാണി വന്നില്ലേ? ഓഹോ, കല്യാണി തന്നെ ചായ കൊണ്ടുവന്നാലേ കുടിക്കുള്ളോ? അതോ അവള് രാവിലെ കണി കണ്ടാലേ ഉണരുള്ളോ? സാറിന്റെ വേണ്ടാത്ത ഓരോ ശീലങ്ങള്. ദേ, ചായ കുടിച്ചിട്ട് പെട്ടെന്ന് റെഡിയാവും. നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോണം. ഞാനങ്ങ് വരുന്നില്ല. ഷോപ്പിങ്ങിന് നീ അങ്ങോട്ട് പോയാൽ മതി. എനിക്കൊന്ന് ഒത്തിരി പ്രോഗ്രാം ഉള്ളതാ. ഞാനൊന്ന് ഷോപ്പിങ്ങിന് വിളിച്ചപ്പോ നിനക്ക് സമയമില്ല. അടുക്കളക്കാരി ആശുപത്രി കിടന്നപ്പോ രാവും പകലും ഇല്ലാതെ കൂട്ടിരിക്കാൻ നിനക്ക് സമയം ഉണ്ടായിരുന്നു. നീ രാവിലെ തന്നെ എന്റെ മൂഡ് കളയാൻ ഇറങ്ങി തിരിച്ചിരിക്കണോ? ഹലോ ഹലോ, കട്ടാക്കി കളഞ്ഞു. നന്ദനെ, ആ ഫോണിങ്ങിതാ. നിന്നോടാ പറഞ്ഞ ഫോണിങ് തരാൻ. ഓരോരുത്തിമാര് രാവിലെ തുടങ്ങിയല്ലോ വിളിക്കാൻ. നന്ദനെ, കളിക്കാതെ ഫോണിങ്. ഓ, ഉടനെ വാട്സാപ്പിൽ വന്നല്ലോ മെസ്സേജ്. സ്വയം കണ്ണടച്ച് ഇരുട്ടാക്കി നോക്കണ്ട രവിന്ദേ. മര്യാദക്ക് ഫോണിങ് താടി. ഞാൻ കുറെ നേരമായിട്ട് ഇളയമ അന്വേഷിക്കായിരുന്നു. അപ്പോഴാ പതിവില്ലാതെ അമ്പലത്തിൽ പോയിരിക്കായിരുന്നു എന്ന് മനസ്സിലായത്. അതുകൊണ്ട് കാത്തു വന്നതാ. ഇന്നെന്താ ഇളയമ സ്പെഷ്യൽ പൂജ? ശത്രു സംഹാരം. വിചാരിച്ചിരിക്കാതെ കുറച്ച് ശത്രുദോഷം വന്ന് കേറിയോന്നൊരു സംശയം. അപ്പൊ തോന്നി അതിനെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ ഒരു പൂജയായിരിക്കും നല്ലതെന്ന് അങ്ങനെ പോയതാ. അയ്യോ ഇളമേ, ഇളമയുടെ ശത്രു ഞാനൊന്നും അല്ലല്ലോ അല്ലേ? അമ്മ പറഞ്ഞത് എന്റെ സമയം അത്ര നല്ലതല്ലെന്നാ. അതിന്റെ കൂടെ തെറ്റിദ്ധരിച്ച് ഇളമയുടെ കടുത്ത പ്രയോഗം എങ്ങാനും വന്നാ. ഏയ്, ആര് പറഞ്ഞു നിന്റെ സമയം കൊള്ളില്ലാന്ന്? അയ്യോ, നിന്റെ സമയം നല്ല ബെസ്റ്റ് സമയാ. അതുകൊണ്ടെന്താ കല്യാണത്തിന് മുമ്പേ തൃച്ചംബരത്തെ മരുമോളായില്ലേ? ഏയ്, ഞാൻ ആചാരപ്രകാരം ഇതുവരെ മരുമകളായിട്ടില്ലല്ലോ. പക്ഷെ ഇളയമ്മ തൃച്ചംബരത്തെ മരുമകളായിട്ട് 22 വർഷമായി. ഇപ്പോഴും സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. അത് കാണുമ്പോ ഉള്ളിലൊരു ബഹുമാനം. എന്താടി കൊച്ചേ, പതിവില്ലാത്തൊരു ബഹുമാന പ്രയോഗം. മനസ്സിൽ വല്ലതും വെച്ചിട്ടാണോ നീ? ഏയ്, നെവർ. തൃച്ചംബരത്ത് താമസിക്കുമ്പോ അഖിലാണ്ടേശ്വരി ആന്റിയോട് കാണിക്കുന്ന അതേ റെസ്പെക്ട് ഇളയമ്മയോടും കാണിക്കണല്ലോ. അതെന്റെ പോളിസി. ഇത് നീ കാര്യായിട്ട് പറഞ്ഞതാണെങ്കിൽ സന്തോഷം. എന്നാലും പഴയതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് ഒരുമാതിരി ആക്കി പറയുന്നാണോന്നൊരു സംശയം ഇല്ലാതില്ല. അതൊക്കെ പോട്ടെ. ഇപ്പോ ചങ്ങാത്തത്തിനാണോ അതോ അംഗത്തിനിറങ്ങി പുറപ്പെട്ടതാണോ? എന്താ നിന്റെ ഈ കാത്തുനിൽപ്പിന്റെ ഉദ്ദേശം?
ഗുഡ് ഈവനിങ് സർ. രാജീവ് എത്തിയോ? വരൂ. അമ്മേ വരൂ. ദേ, ഇതാണ് രാജീവ്. ഓ നമസ്കാരം മാഡം. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. പെർഫെക്റ്റ്, യു ആർ ഓൺ ടൈം. എന്നും ഈ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യണം. ഉം. വരൂ, ആഹാരം കഴിക്കാം. ഷുവർ മാഡം. വാ. ഇരിക്കും. മതി മതി. ചേക്ക, സ്വയം ഒരുങ്ങി വന്നിട്ട് വിളിച്ചു കാണിക്കാനാ നമ്മുടെ വിധി. അരവിന്ദേ, ആ എളേമേ, എങ്ങനെയുണ്ട്? അയ്യയ്യോ, ഇതാര്? ഞാൻ അമ്മയാന്നാ വിചാരിച്ച. സത്യം കിട്ടും. ഉയ്യോ. അതേ പ്രൗഢി, അതേ തലയെടുപ്പും. ശ്ശോ. എളേമേ, സത്യം പറയാലോ, അമ്മ എളേമയും തമ്മിൽ തിരിച്ചറിയാനേ പറ്റുന്നില്ല. ഉയ്യോ. ഒരു ജൂനിയർ അഖിലാണ്ടേശ്വരെ പോലെ തന്നെ ഉണ്ട്. സൂപ്പർ. ഉയ്യോ. ആണല്ലേ? പിന്നെ ഉയ്യോ. നന്ദനെ, മോളൊന്നും പറഞ്ഞില്ലല്ലോ. ദേ, ഇപ്പൊ ആന്റി കാണാൻ എങ്ങനെയുണ്ട്? അയ്യോ, എന്തായി കാണുന്നേ? വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഭയങ്കര ചേർച്ച ഇളയമ്മയ്ക്ക്. അഖിലാന്റി പോലും കണ്ടാ ഞെട്ടിപ്പോവും. ആണോ? അല്ല ഇളയമ്മേ, പെട്ടെന്ന് ഇങ്ങനെ അഖിലാന്റിയെ പോലെ ഒരു മാറ്റം എന്താ? ആ, എന്തെങ്കിലും വിശേഷമുണ്ടോ? അത് വേറൊന്നുമല്ല നന്ദനെ. ആ, പിന്നെ എന്റെ അനന്തരവളില്ലേ, അന്ന് ഫാഷൻ ഷോയിൽ പങ്കെടുത്ത ജയന്തി, നല്ല സ്റ്റൈലായിട്ട് ക്യാറ്റ് വാക്ക് ഒക്കെ നടത്തിയ ഒരു ബ്യൂട്ടിഫുൾ ഗേൾ. ഓർമ്മയില്ലേ നിനക്ക്? ജയന്തി. ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ആ നിശ്ചയം മുടക്കിയതിന്റെ പിന്നില് ഞാനാണെന്ന രഹസ്യം ഇന്നത്തോടെ പൊളിയൊന്ന് ഞാൻ വിചാരിച്ചതാ. എടി, ഒന്നും അറിയാത്ത അടുക്കളക്കാരിയെ ഞാൻ മനഃപൂർവ്വം അതിലേക്ക് വലിച്ചിട്ടതാ.